ശാന്തി. 25/6/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ മായ ഏതെല്ലാം രീതിയിലാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഇതിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഏറ്റവും ആദ്യം ദേഹാഭിമാനത്തിൻ്റെ, അതായത് ആലസ്യത്തിൻ്റെ രൂപത്തിലാണ് മായ കടന്നുകൂടുന്നത്. ആ സമയത്ത് ഈശ്വരീയ സംബന്ധങ്ങളിൽ നിന്നും എല്ലാം തന്നെ ബുദ്ധി അകന്നു പോവുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ പല പല കാര്യങ്ങളിലും ബുദ്ധിയെ ആക്രമിച്ച് കീഴടക്കുക ചെയ്യുന്ന മായ അലസതയുടെ രൂപത്തിലും സുസ്ഥിയുടെ രൂപത്തിലും ഉദാസീനതയും അങ്ങനെ പല രൂപങ്ങളിൽ വന്ന് ശരിക്കും ശ്രീമത്തിലൂടെ ഇത് ശരിയാണോ തെറ്റാണോ എന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് വെരിഫൈ ചെയ്യുന്നതിനുള്ള ആ ഒരു ബുദ്ധി പോലും ആ സമയത്ത് പ്രവർത്തിക്കാതാവും. അങ്ങനെ പതുക്കെ പതുക്കെ അഹങ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറും. പിന്നെ ഏത് കാര്യവും അത് സാരമില്ല, അത് പിന്നെ ചെയ്യാം, ഇപ്പം എന്താ ഇത്ര ധൃതി, ഇപ്പോഴതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ രീതിയിൽ ബാബ പറയുന്ന കാര്യങ്ങളെയും കൂടി ശരിയായ രീതിയിൽ എടുക്കാതെ അഹങ്കാരത്തിന് വശപ്പെട്ട് ആ സമയത്ത് നമ്മൾ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ട് പിന്നെ ബാബ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റേതായിട്ടുള്ള ബുദ്ധിയും കൂടി എപ്പോഴും ഉപയോഗിക്കാൻ തുടങ്ങും. ബാബ എപ്പോഴും പറയുന്നത് കുടുംബത്തിലിരിക്കണം, എന്നാൽ വൈരാഗ്യഭാവന വേണം എന്നാണ്. അപ്പോൾ പലപ്പോഴും പിന്നെ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. കുടുംബത്തിലിരുന്നു കൊണ്ട് ഇത്ര മാത്രമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇത്രയും 6 അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ എങ്ങനെയാണ് ഇതിൽ നിന്ന് വേറിട്ട് യോഗയുക്ത അവസ്ഥയിൽ തന്നെ ഇരിക്കാൻ സാധിക്കുന്നത്? അതൊന്നും ഈ സമയത്ത്, ഈ പുരുഷാർത്ഥി സമയത്ത് നടക്കുന്നതല്ല. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ ബാബയുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് മായ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ ബാബയിൽ നിന്ന് അകത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുസ്ഥി അല്ലെങ്കിൽ 6ാമത്തെ വികാരം വളരെയധികം അപകടകാരിയാണ് എന്ന് നമുക്ക് ബാബ പറഞ്ഞു തരികയാണ്. നമ്മൾ സാധാരണയായിട്ട് ബാബ എപ്പോഴും നമ്മളെ കേൾപ്പിക്കുന്നത് കാമവും ക്രോധവും ലോഭവും മോഹവും അഹങ്കാരവും, ഈ 5 വികാരങ്ങളാണ് നമ്മുടെ മഹാശത്രു. നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദുഃഖത്തിനും കാരണം ഈ വികാരങ്ങളാണ്, ഈ ഭൂതങ്ങളാണ് എന്ന് ബാബ നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈശ്വരീയ ജീവിതത്തിൽ വന്നതിന് ശേഷം അത് നമുക്ക് മനസ്സിലാകുകയാണ് നമ്മുടെ ശത്രു ആര്, നമ്മുടെ മിത്രം ആരെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ആ 5 വികാരങ്ങളെ ശത്രുവായിട്ട് മനസ്സിലാക്കി തന്നെ അതിൻ്റെ മേൽ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഈശ്വരീയ ജീവിതം സെലക്ട് ചെയ്തതും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ പതുക്കെ പതുക്കെ ഈശ്വരീയ കുട്ടികളിലും അറിയാതെ തന്നെ ഒരഭിമാനം വരാറുണ്ട്. ആ അഭിമാനമാണ് പതുക്കെ പതുക്കെ അലസതയുടെ രൂപത്തിലും അഹങ്കാരത്തിൻ്റെ രൂപത്തിലും ഒക്കെ മാറുന്നത്. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ബുദ്ധി പൂർണ്ണമായിട്ടും ഈശ്വരീയ ബുദ്ധിയിൽ നിന്നും മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുക്കുന്ന തീരുമാനത്തിലും ഒരു ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ കൺഫ്യൂഷനിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ നമ്മുടെ സ്ഥിതി വളരെയധികം മോശമാകുകയാണ് ചെയ്യുന്നത് എന്നാണ് ബാബ നമ്മൾക്ക് ഓർമ്മിപ്പിച്ചു തന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. अगर उसी समय ही उनको निकाल दे तो ज़्यादा सामना न करना पड़े, तो अब यह चेक करना है कि तीव्र पुरुषार्थी बनने में व हाई जंप देने में किस रूप में माया सुस्त बनाती है. അപ്പം മായ ഏത് രീതിയിലാണ് പ്രവേശിക്കുന്നത് അത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നേരം തന്നെ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷേ അന്നേരം ഇല്ലാതാക്കുന്നില്ല എങ്കിൽ പിന്നെ സൂക്ഷ്മ സങ്കല്പങ്ങളുടെ രൂപത്തിൽ അത് സുസ്ഥിയായി തീരുകയും പിന്നെ അതിൻ്റെ വലിയ രൂപത്തിൽ വരികയും ചെയ്യും. അപ്പം ബാബ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ആ സമയത്ത് തന്നെ അതിനെ ഇല്ലാതാക്കുന്നതിന് സാധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ നേരിടേണ്ടി വരില്ല. മായ ഏത് രീതിയിലാണ് പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളതിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ സമയം നമുക്ക് അതിനു വേണ്ടി കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിതാണ് ചെക്ക് ചെയ്യേണ്ടത്. തീവ്ര പുരുഷാർത്ഥിയാകുന്നതിൽ അഥവാ ഹൈ ജമ്പ് കൊടുക്കുന്നതിൽ
ഏത് രൂപത്തിലാണ് മായ സുസ്ഥിയാക്കുന്നത് അല്ലെങ്കിൽ സുസ്ഥരാക്കുന്നത്? ഹൈ ജമ്പ് കൊടുത്ത് മുന്നോട്ട് പോകണം ഈ പുരുഷാർത്ഥി ജീവിതത്തിൽ. വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാനുള്ളൊരു കഴിവ് വേണം. അപ്പോഴല്ലേ നമുക്ക് ഹൈ ജമ്പ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ മായ നമ്മളെ സുസ്ഥരാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. माया का जो बाहरी रूप है उनको तो चेक करते हो, लेकिन इस रूप को चेक करना है. അപ്പം ബാബു പറയുകയാണ്, മായയുടെ ബാഹരി രൂപം, പുറമേയുള്ള രൂപം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. മായ ഏത് രീതിയിലാണ് വരുന്നത് പുറമേ നമുക്കത് മനസ്സിലാകുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ രൂപത്തെയും കൂടി ചെക്ക് ചെയ്യണം. ഏത് രീതിയിലാണ് മായ വന്ന് സുസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഹൈ ജമ്പ് കൊടുക്കുന്ന കാര്യത്തിൽ, ഈശ്വരീയ മാർഗത്തിൽ. അപ്പോൾ ആ രൂപത്തിലും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ബാബ പറയുകയാണ്. കൈ യഹുബി സോച്ചത്തെ ഹേ കി ഫിക്സ് സീറ്റ്സ് ഹി കം ഹേ तो औरों के आगे पुरुषार्थ में देख अपनी बुद्धि में सोच लेते हैं कि इतना आगे हम जा नहीं सकेंगे. പിന്നെ പലരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്ന സീറ്റുകൾ തന്നെ കുറവാണ്. പിന്നെ മറ്റുള്ളവരുടെ പുരുഷാർത്ഥം കണ്ട് തൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് ഇത്രയൊന്നും മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയുകയില്ല. ഒന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന സീറ്റ് തന്നെ കുറവാണ്. പിന്നെ അടുത്തത് തീവ്രമായി പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോകുന്ന പലരെയും കാണുന്നുണ്ട്. അത് കാണുമ്പോൾ സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരുന്നാലും അവർ ചെയ്യുന്നത് പോലെ പുരുഷാർത്ഥം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാനൊന്നും കഴിയുകയില്ല എന്ന്. ഇത്തന ഹി ഠീക്ക്, എത്ര ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. യഹുബി സുസ്ഥിക രൂപ് ഹേ. അപ്പം ബാബു പറയണ ഇതും സുസ്ഥിയുടെ തന്നെ, അലസതയുടെ തന്നെ വേറൊരു രൂപമാണ്. तो इन सभी बातों में अपने को चेंज कर लेना है. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തിയെടുക്കണം. അലസത വന്ന് പ്രവേശിക്കുമ്പോൾ, മായ അലസതയുടെ അഥവാ സുസ്ഥിയുടെ രൂപത്തിൽ വരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ചിന്തകളുടെ മാറ്റമാണ് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ചിന്തകളെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം എന്ന് ബാബ പറയുകയാണ്. तब ही लॉ मेക്കേഴ്സ് व പീസ് മേക്കേഴ്സ് ബൻ സकेंगे. അപ്പോഴേ നമുക്ക് ലോ മേക്കേഴ്സും പീസ് മേക്കേഴ്സും ആകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ന്യൂ വേൾഡ് കെ മേക്കേഴ്സ് ബൻ സकेंगे. ഇപ്പം ലോ മേക്കറും പീസ് മേക്കറും ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ന്യൂ വേൾഡ് മേക്കറായി തീരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആധാരം നമ്മളിൽ വന്നുകൊണ്ടിരിക്കുന്ന മായ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അഭിമാനത്തെ മനസ്സിലാക്കി വരുന്ന വിരുദ്ധമായിട്ടുള്ള ചിന്തകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് മുന്നോട്ടുയരാൻ കഴിയുകയുള്ളൂ. പഹലെ സ്വയം കോ ഹി ന്യൂ നഹി ബനായെങ്കെ തോ ന്യൂ വേൾഡ് കെ മേക്കർ കൈസെ ബനേങ്കെ. ആദ്യം സ്വയം തന്നെയൊന്നും പുതിയതാക്കുന്നില്ല എങ്കിൽ, തൻ്റെ തന്നെ പഴയ സ്വഭാവവും സംസ്കാരവും പെരുമാറ്റവും ചലനവും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ലോകത്തെ പുതിയതാക്കാൻ സാധിക്കും എന്ന് ബാബ ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പുതുമ, ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ ലോകത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ? പഹലെ തോ ഖുദ് കോ ബനാനാ ഹേ ന. ആദ്യം സ്വയം തന്നെ മാറ്റിയെടുക്കണമല്ലോ. പുരുഷാർത്ഥമേ തീവ്രത ലാനെ കാ തരീക്ക മാലൂം ഹേ. പുരുഷാർത്ഥത്തിൽ തീവ്രത കൊണ്ടുവരുന്നതിനുള്ള രീതി എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഫിർ ഉസ്മേ ടഹർത്തെ ക്യോ നഹി ഹോ. പിന്നെ എന്തുകൊണ്ടാണ് അതിൽ തന്നെ നിന്നു പോകാത്തത്? എന്തുകൊണ്ടാണ് ആ പുരുഷാർത്ഥം ചെയ്യാത്തത്? അതായത് ആ തീവ്രതയിലേക്ക്, പുരുഷാർത്ഥം തീവ്രതയിൽ കൊണ്ടുവരാൻ അറിയാമെങ്കിലും ബാബ ചോദിക്കുക, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് പോകുന്നില്ല നിരന്തരം? जब तक अपने आप से कोई प्रतिज्ञा नहीं की है तब तक परिपक्वता आ नहीं सकेंगे. എപ്പോൾ വരെ സ്വയം തൻ്റെ അടുത്തൊരു പ്രതിജ്ഞ ചെയ്യുന്നില്ലയോ അതുവരെ ഒരു പരിപക്വത ജീവിതത്തിൽ വരാൻ പ്രയാസമാണ്.
പ്രതിജ്ഞയിൽ കൂടി മാത്രമേ അഥവാ ദൃഢസങ്കല്പത്തിൽ കൂടി മാത്രമേ നമ്മളൊരു മാറ്റം വരികയുള്ളൂ. ആ മാറ്റത്തിലൂടെ തന്നെയാണല്ലോ നമ്മളൊരു പക്വത വരുന്നത്. അതുതന്നെയാണ് ബാബ പറയുന്നത്, പരിപക്വത വരണമെങ്കിൽ ഒരു പ്രതിജ്ഞ എടുത്തത് പാലിക്കേണ്ട ആവശ്യമുണ്ട്. ജബ് തക് യഹാ ഫിക്സ് നഹീ കരേംഗെ തബ് തക് വഹാ സീറ്റ്സ് ഫിക്സ് നഹീ ഹോങ്കി. എപ്പോൾ വരെ ഇവിടെ ഫിക്സ് ആകുന്നില്ലയോ അതുവരെ അവിടെ സീറ്റും ഫിക്സാക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മുടെ പ്രതിജ്ഞയിലൂടെ, നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മളൊരു മാറ്റം കൊണ്ടുവന്ന് നമ്മളങ്ങനെ ഫിക്സ് ചെയ്ത് നമ്മുടെ സ്ഥിതി പോവുകയാണ് എങ്കിൽ ഭാവിയിലേക്കുള്ള നമ്മുടെ സീറ്റും അതിനനുസരിച്ച് ഫിക്സ് ആകും എന്ന് ബാബ പറയുകയാണ്. तो अब बताओ पुरुषार्थ में तीव्रता कब लाएंगे? ബാബ ചോദിക്കുക, ഇപ്പോൾ പറയൂ, നിങ്ങൾ എന്ന് കൊണ്ടുവരും പുരുഷാർത്ഥത്തിൽ തീവ്രത? എപ്പോഴാണ് തീവ്രത കൊണ്ടുവരുന്നത്? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞ്, അബീസെ, ഇപ്പോൾ മുതൽ കൊണ്ടുവരാൻ ബാബ എന്ന് പറയുകയാണ്. म्यूजियम व प्रदर्शनी में जो स्लोगन सभी को सुनाते हो ना कि अब नहीं तो कब नहीं. മ്യൂസിയം കാണുന്നതിന് വേണ്ടി വരുന്നവർക്കും അതുപോലെ പ്രദർശനിയൊക്കെ കാണാൻ വേണ്ടി വരുന്നവരോടും നിങ്ങൾ ഇങ്ങനെ ഈ സ്ലോഗൻ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ടല്ലോ, ഇപ്പോഴില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഇല്ല. അപ്പോൾ പരിപക്വത അല്ലെങ്കിൽ പ്രതിജ്ഞ എടുത്ത് മാറ്റം കൊണ്ടുവരുന്നത് ഇപ്പോൾ തന്നെ തുടങ്ങണം എന്ന് ബാബ പറയുകയാണ്. വഹ് അപ്പനേലിയെ ബി യാദ് രഖോ. ഏതൊരു സ്ലോഗനാണോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് തൻ്റെ ജീവിതത്തിലും കൂടി ഓർമ്മ വയ്ക്കൂ എന്ന് പറയുകയാണ്. കബ് ഖർലേങ്കെ ഐസാ ന സോച്ചോ അബി ബൻകർ ദിഖായെങ്കെ. അതെപ്പോഴെങ്കിലും ചെയ്യാം എന്ന് ചിന്തിക്കരുത്, ഇപ്പോൾ തന്നെ ആയി കാണിക്കണം. ജിത്തന പ്രതിജ്ഞ കരേങ്കെ ഉത്തനി പരിപക്വത വ ഹിമ്മത്ത് ആയെങ്കി ഔർ ഫിർ സഹयोग भी मिलेगा. അപ്പോൾ എത്രമാത്രം പ്രതിജ്ഞ ചെയ്യുന്നു അത്രയും പരിപക്വത അഥവാ ധൈര്യം തന്നിൽ വരും, അത്രയും തന്നെ സഹയോഗവും കിട്ടും. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രതിജ്ഞ തന്നിലേക്ക്, പ്രതിജ്ഞാർത്ഥം ബാബ ഉദ്ദേശിക്കുന്നത് ദൃഢസങ്കല്പം, മാറ്റത്തിൻ്റേതായിട്ടുള്ള പരിവർത്തനത്തിൻ്റേതായ സങ്കല്പങ്ങൾ ദൃഢമായിട്ട് എത്രമാത്രം നമ്മൾ എടുക്കുന്നുണ്ടോ ആ പ്രതിജ്ഞയെ പാലിക്കുന്നതിനനുസരിച്ച് നമ്മളിലെ പരിപക്വത വരും, അതിനനുസരിച്ച് തന്നെ നമ്മളിൽ ധൈര്യവും വരും. അപ്പോൾ പിന്നെ മറ്റെല്ലാവരിൽ നിന്നും അല്ലെങ്കിൽ ബാബയിൽ നിന്നുമുള്ള സഹയോഗവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ബാബ പറയുകയാണ്. ആപ്പ് പുരാനേ ഹോ ഇസ്ലിയെ ആപ്കോ സാമനെ രഖ് സംജാ രഹേ ഹൈ. അപ്പോൾ ബാബയുടെ അടുത്ത് ആ സമയത്തിരിക്കുന്നവരൊക്കെ പഴയ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ബാബ അവരോട് പറയുകയാണ്, നിങ്ങൾ പഴയവരായതുകൊണ്ട് നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നിൽ വെച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. കാരണം പുതിയവർക്കും ഇത് മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ പഴയവർക്ക് വേണ്ടി അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പുതിയവർ മനസ്സിലാക്കിക്കൊള്ളുമല്ലോ എന്ന് ബാബ പറയുകയാണ്. സാമനെ കോൻ രഖാ ജാത്ത ഹൈ. മുന്നിൽ എപ്പോഴും ആരെയാണ് വയ്ക്കുന്നത്? ജോ സ്നേഹി ഹോത്ത ഹൈ. ആരാണോ സ്നേഹികളായിട്ടുള്ളത് അവരെയാണല്ലോ എപ്പോഴും മുന്നിൽ വയ്ക്കുന്നത്. സ്നേഹിയോं को कहने में कभी संकोच नहीं आता. സ്നേഹികളോട് പറയാൻ ഒരിക്കലും മനസ്സിലൊരു സങ്കോചം തോന്നില്ല. അയ്യോ ഇവരെ എന്ത് വിചാരിക്കും, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവരിനെ അങ്ങനെ ചിന്തിക്കുമോ എന്തോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത സ്നേഹികളോട് സംസാരിക്കുമ്പോൾ വരികയില്ല എന്ന് ബാബ പറയുകയാണ്. ഏക് കൈസേ സ്നേഹി. അപ്പോൾ ബാബയുടെ മുന്നിൽ അവിടെ ഇരിക്കുന്ന ആ ഓരോരോ കുട്ടിയെക്കുറിച്ചും ബാബ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും വളരെ സ്നേഹികളാണ്. സഭി സോച്ചത്തെ ഹേ ബാബ ബഡ ആവാസ് ക്യോ നഹീ കർത്തെ ഹേ. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഒരു വിചാരം ഇതാണ്, സങ്കല്പം ഇതാണ്, ബാബ എന്താ ഉറച്ച ശബ്ദത്തിൽ അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കാത്തത്. കാരണം ബാബ അവ്യക്തമാണല്ലോ, അവ്യക്ത ശബ്ദങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ബാബ നല്ല സാധാരണ ശബ്ദത്തിൽ സംസാരിക്കാത്തത് എന്ന്. ലേക്കിൻ बहुत समय के संस्कार से अव्यक्त रूप से व्यक्त में आते हैं तो आवाज़ से बोलना जैसे अच्छा नहीं लगता है. അപ്പം ബാബ പറയുകയാണ്, വളരെ സമയത്തെ സംസ്കാരത്തിലൂടെയാണ് അവ്യക്ത രൂപത്തിൽ നിന്നും വ്യക്തത്തിലേക്ക് വരുന്നത്. അതായത് ബാബ വളരെയധികം, ബ്രഹ്മബാബ പ്രത്യേകിച്ചും വളരെയധികം പുരുഷാർത്ഥം ചെയ്തിട്ടാണ് അവ്യക്ത അവസ്ഥയിലെത്തിയത്.
ഈ അവ്യക്തത്തിൽ നിന്ന് വേണം ബാബ വീണ്ടും വ്യക്തത്തിലേക്ക് വരാൻ. അപ്പോൾ ബാബ പറയുകയാണ്, അങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടമായി തോന്നുന്നില്ല, നല്ലതായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ബാബ അങ്ങനെ സാധാരണ രീതിയിൽ ശബ്ദത്തിൽ വരാത്തത് എന്ന് പറയുകയാണ്. आप लोगों को भी धीरे धीरे आवाज़ से परे इशारे पर कारोबार चलाना है. അപ്പം നിങ്ങൾക്കും പതുക്കെ പതുക്കെ ശബ്ദത്തിനുപരിയായിട്ടുള്ള ആംഗ്യഭാഷയിൽ അല്ലെങ്കിൽ സൂചനയിലൂടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകണം. ഏത് കാര്യത്തിനും കൂടുതൽ സംസാരിച്ചുള്ള ശീലമല്ല നമുക്ക് വേണ്ടത്. ബാബ പറയുകയാണ്, ഇത് സംസാരം കുറച്ചുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് സൂചനയിലൂടെ പതുക്കെ പതുക്കെ നിങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയുകയാണ്. യഹ് പ്രാക്ടീസ് കർണി, ഇതാണ് കുട്ടികളും പ്രാക്ടീസ് ചെയ്യേണ്ടത്. സംജ, മനസ്സിലായോ? ബാപ്ദാദ ബുദ്ധിക്ക് ഡ്രിൽ കരാനെ ആത്തെ. ബാപ്ദാദ വരുന്നത് കുട്ടികളുടെ ബുദ്ധിയെ കൊണ്ട് ഡ്രിൽ അഭ്യസിപ്പിക്കാനാണ്. ബുദ്ധിയുടെ ഡ്രിൽ സൂക്ഷ്മമായിട്ട് അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബാപ്ദാദ വരുന്നത്. जिससे फरकने की और दूरांदेशी बनने की क्वालिफिकेशन എമർജ് രൂപമേ ആ ജായ്. അപ്പോൾ ബുദ്ധിയുടെ ഡ്രിൽ അഭ്യസിക്കുന്നതിലൂടെ, അർത്ഥം ബുദ്ധി ഏകാഗ്രമാകുന്നതിലൂടെ തിരിച്ചറിയുന്നതിനുള്ള ശക്തിയും ദീർഘവീക്ഷണമുള്ളവരും ആകുന്ന ക്വാളിഫിക്കേഷൻ പ്രത്യക്ഷ രൂപത്തിൽ വരും. അത് നമ്മുടെ ബുദ്ധി വളരെയധികം ഏകാഗ്രമായി തീരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് വരും. പിന്നെ അതേപോലെ തന്നെ ബാബ പറയാണ്, ദീർഘവീക്ഷണവും വരും, ദൂരാന്തേശിയാകാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷനും പ്രത്യക്ഷ രൂപത്തിൽ വരുന്നതിൻ്റെ ആധാരം ബുദ്ധിയുടെ ഏകാഗ്രതയാണ്. അപ്പോൾ അതുകൊണ്ട് ബാബ ബുദ്ധിയുടെ ഡ്രിൽ അഭ്യസിപ്പിക്കാനാണ് താഴെ വരുന്നത് എന്ന് പറയുകയാണ്, അവ്യക്തത്തിൽ നിന്നും വ്യക്തത്തിൽ വരുന്നത്. क्योंकि आगे चलकर के ऐसी सर्विस होंगी जिससे दूरांदेशी बुद्धि और निर्णय शक्ति बहुत चाहिए. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സർവീസാണ് നടക്കുന്നത്. അതിൽ ദീർഘവീക്ഷണമുള്ള ബുദ്ധിയും നിർണയശക്തിയും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് തിരിച്ചറിയുന്നതിനും അതേപോലെ തന്നെ ദീർഘവീക്ഷണവും ഇല്ല എങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല വരും സമയങ്ങളിൽ. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഇപ്പോൾ ബുദ്ധിയുടെ എക്സസൈസ് അഥവാ ഡ്രിൽ അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്ലിയെ ഡ്രിൽ കരാരഹേ, അതിനുവേണ്ടിയാണ് ബാബ ബുദ്ധിയുടെ ഡ്രിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിർ പവർഫുൾ ഹോ ജായെങ്കി, അങ്ങനെ അഭ്യസിച്ച് കുട്ടികൾ നല്ല ശക്തിശാലിയായിത്തീരും. ഡ്രിൽ സേ ശരീർ ഭി ബലവാൻ ഹോത്ത ഹൈ. ഇപ്പോൾ സാധാരണ സ്ഥൂലമായ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ശരീരവും ശക്തിശാലിയാകാറുണ്ടല്ലോ. तो यह बुद्धि की ड्रिल से ബുദ്ധി ശക്തിശാലി ഹോങ്കി. ബാബ പഠിപ്പിക്കുന്ന ബുദ്ധിയുടെ ഈ ഡ്രില്ലിലൂടെ ബുദ്ധി വളരെ ശക്തിശാലിയായിത്തീരും. जितनी जितनी अपनी सीट फिक्स करेंगे, समय भी फिक्स करेंगे, तो अपना प्रवृत्ति का कार्य भी फिक्स कर सकेंगे. അപ്പം ബാബ പറയുകയാണ്, എത്രമാത്രം തൻ്റെ സീറ്റ് ഫിക്സ് ചെയ്യുന്നു, എത്ര സമയം ഞാൻ ആ സീറ്റിലിരിക്കും എന്നുള്ളതും ഫിക്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് തൻ്റെ പ്രവൃത്തിയുടെ കാര്യവും ഫിക്സാക്കാൻ കഴിയും. അപ്പോൾ പ്രവൃത്തിയിൽ പ്രത്യേകിച്ചും കുടുംബത്തിലുമൊക്കെ ഇരിക്കുന്നവർക്കും വളരെയധികം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ കാര്യത്തിനും സമയം ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എന്ന് ബാബ നേരത്തെയും പറഞ്ഞിരുന്നു. അതിനെയാണ് ബാബ പറഞ്ഞത് ബുദ്ധിയുടെ ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇവിടെയും ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഏതാണ് ഭാവിയിലെന്നുള്ളത് ഫിക്സ് ചെയ്ത് അത് എത്ര സമയത്തേക്കാണെന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവൃത്തിയുടെ കാര്യങ്ങളും അത് ഫിക്സ് ചെയ്യാൻ കഴിയുമെന്ന്. ഇപ്പോൾ ബുദ്ധിയെ ശക്തിശാലിയാക്കൂ എന്ന് പറയുകയാണ് ബാബ. സാരം അതാണ്. ദോനവും ലാഭവും. അപ്പോൾ രണ്ടും ലാഭപ്പെടുത്താൻ സാധിക്കും, രണ്ട് ലാഭം ഉണ്ടാകും എന്ന് പറയുകയാണ്. ജിത്തനി മുക്തി ഫിക്സ് रहती है
तो प्रोग्राम भी सभी ഫിക്സ് होते हैं. ബുദ്ധി എത്രമാത്രം ഫിക്സ് ആകുന്നു അത്രയും പ്രോഗ്രാമും ഫിക്സ് ആകാൻ കഴിയും. കാരണം ബുദ്ധിയിൽ ആ ഒരു ഫിറ്റ്നസ്, അതായത് ബുദ്ധിയുടെ ഒരു ഏകാഗ്രത അത് വർദ്ധിക്കുമ്പോൾ ബാബു പറയുന്ന പ്രോഗ്രാമും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പ്രോഗ്രാം ഫിക്സ് തോ പ്രോഗ്രസ് വി ഫിക്സ്. അപ്പോൾ പ്രോഗ്രാം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രസ്സും ഉണ്ടാകും, അതും ഫിക്സ് ആയിരിക്കും, വിജയവും അതിൽ ഉന്നതിയും അടങ്ങിയിരിക്കും. പ്രോഗ്രസ് ഹിൽത്തി ഹേ തോ പ്രോഗ്രാം ഭി ഹിൽത്തെ ഹേ. പ്രോഗ്രസ് കുലുങ്ങുകയാണെങ്കിൽ ബാബ പറയുകയാണ് പിന്നെ പ്രോഗ്രാമിലും കുലുക്കം വരുമെന്ന്. അതായത് നമ്മളൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്രോഗ്രസ് നമ്മൾ വിചാരിക്കുന്ന അത്രയും വരുന്നില്ലെങ്കിൽ മാനസികമായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരും, നമ്മളിൽ ഒരു ചഞ്ചലത വരും, ഒരു കുലുക്കം വരും. അപ്പോൾ ആ കുലുക്കം പിന്നെയും നമ്മുടെ പ്രോഗ്രാമിനെ ബാധിക്കും. പിന്നെ ഒരു പ്രോഗ്രാം വേണോ വേണ്ടയോ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത് എല്ലാം ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകണം. പ്രോഗ്രാമും ഫിക്സാണ്, പ്രോഗ്രസ്സും ഫിക്സാണ് എങ്കിൽ പിന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ആധാരം ബുദ്ധിയുടെ ഫിക്സിങ് ആണെന്ന് പറയുകയാണ്. ബുദ്ധി എത്രമാത്രം ഫിറ്റാകും. അപ്പോൾ ഫിക്സ് കർണ സീക്കും. അപ്പോൾ ഇപ്പോഴെല്ലാ കാര്യങ്ങളും ഒന്ന് ഫിക്സ് ചെയ്യാൻ പഠിക്കൂ എന്ന് പറയാണ് ബാബ. अब संपूर्ण बनकर औरों को भी संपूर्ण बनाना बाकी रह गया है. ഇപ്പോൾ സ്വയം സമ്പൂർണ്ണമായിട്ട് ബാക്കിയുള്ളവരെ സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അവശേഷിക്കുന്ന കാര്യം. ബാക്കി ബാബുരാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആകേണ്ടത് ഇതാണ്, സ്വയം സമ്പൂർണ്ണമാകണം, മറ്റുള്ളവരെയും സമ്പൂർണ്ണമാക്കണം. ജോ ബൻതാ ഹേ വഹി ഫിർ സബൂത്ത് ബി ദേത്താ ഹേ. ആരാണോ അങ്ങനെ സമ്പൂർണ്ണമാകുന്നത് അവരെ ഇതിന് തെളിവും കൊടുക്കുകയുള്ളല്ലോ, അവർക്കേ അത് ധൈര്യപൂർവ്വം കാണിച്ചു കൊടുക്കാനും കഴിയുകയുള്ളൂ. അഭി ബനാനേക്കാ സബൂത്ത് ദേനായ. ആരാണോ സ്വയം സമ്പൂർണ്ണമാകുന്നത് അവർക്ക് മറ്റുള്ളവരെ ആക്കുന്നതിൻ്റെ തെളിവും കൊടുക്കാൻ കഴിയും. സ്വയം ആകാതെ മറ്റുള്ളവരെ ആക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ് ഇപ്പോൾ മറ്റുള്ളവരെ ആക്കുന്നതിൻ്റെ തെളിവും കൂടി കൊടുക്കണം ബാബയ്ക്ക്, അഥവാ തരണമെന്ന്. ബാക്കി ഈസ് കാര്യക്കേലിയെ വ്യക്തദേശമേ രഹനായ. ഇനി നമ്മൾ ഈ വ്യക്തദേശത്തിൽ വസിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അതായത് സ്വയം സമ്പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വ്യക്തദേശത്ത് ഇനി ബാക്കിയുള്ള നമ്മുടെ സമയം എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ബാബ പ്രത്യേകിച്ച് നമ്മളെ ഇന്ന് ഈ മുരളിയിൽ ഓർമ്മിപ്പിച്ചത് മുഴുവനും അതായത് നമ്മുടെ ബുദ്ധിയെ നമുക്ക് എങ്ങനെ ശക്തിശാലിയാക്കി തീർക്കാൻ കഴിയും, അതേപോലെ തന്നെ മായ പ്രവേശിക്കുന്നത് ഏത് രീതിയിലാണ്, ആ മായയെ നമുക്ക് തിരിച്ചറിഞ്ഞതിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രാപ്തി എത്ര വലുതാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഈ മടിയുടെ അഥവാ അലസതയുടെ. അതിനെയാണ് ബാബ ആറാമത്തെ വികാരം എന്ന് പറയുന്നത്. ഈ അലസതയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അത് അഹങ്കാരത്തിൻ്റേതായ രൂപത്തിലേക്ക് എത്തും. ആ അഹങ്കാരം പിന്നെ എന്തും ചെയ്യാം, അത് സാരമില്ല, സമയമൊക്കെ ഇനിയുണ്ട്, ഇത്ര ധൃതി എന്തിനാ പിടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു മട്ടിലേക്ക്, ഒരു ഒഴുക്കുമട്ടിലേക്ക് നമ്മുടെ അവസ്ഥയെ കൊണ്ടുവരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങും ചെന്ന് എത്താൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികളുടെ പുരുഷാർത്ഥത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളൊരു പ്രതിജ്ഞ എടുത്ത് ആ പരിപക്വതയിലേക്ക് വരണം. പ്രതിജ്ഞ എന്ന് ഉദ്ദേശിക്കുന്നത് ദൃഢമായിട്ടുള്ള സങ്കല്പങ്ങളെയാണ് പരിവർത്തനത്തിൻ്റെ. അപ്പം എന്നിൽ ഈ മാറ്റം ഞാൻ കൊണ്ടുവരും എന്ന് ഒരു ദൃഢതയെടുത്ത് പ്രതിജ്ഞയെടുത്ത് നമ്മൾ ആ മാറ്റം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. പിന്നെ ബാബ പറയുന്നത് ബുദ്ധിയുടെ ഡ്രിൽ കുട്ടികൾ കൂടുതൽ കൂടുതൽ അഭ്യസിക്കണം. അപ്പോൾ ഏതുപോലെ ശാരീരികമായിട്ടുള്ള എക്സർസൈസ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വയം തന്നെ അറിയാം കുറച്ച് ശക്തി നമുക്കുണ്ടാകും. അതേപോലെ തന്നെ ബുദ്ധി അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് മുകളിലേക്കും അതുപോലെ തന്നെ സ്ഥൂല ലോകത്തേക്കും പിന്നെ മുകളിലേക്കും അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തൊരു സമയം ഫിക്സ് ചെയ്ത് ആ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധി ശക്തിശാലിയായിത്തീരും. അപ്പോൾ ബുദ്ധി ശക്തിശാലിയായി തീരുമ്പോൾ പിന്നെ നമുക്ക് വളരെ സുഗമമായ രീതിയിൽ നമ്മുടെ പുരുഷാർത്ഥം ചെയ്യാൻ കഴിയും. കാരണം ബുദ്ധിയുടെ ഏകാഗ്രതയിലൂടെയാണ് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രാപ്തികളും. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ എക്സസൈസ് ബുദ്ധിയുടെ ചെയ്യാം, നമ്മുടെ ബുദ്ധിയെ ശക്തിശാലിയാക്കാം.
ബാബ പറയുന്നതിനനുസരിച്ച് നമുക്ക് കഴിയുന്നതും വേഗം സമ്പൂർണ്ണമായി തീരാം. ആ ഒരു സങ്കല്പത്തോടെ ഈ മുരളിയോടെ സമാപ്തമാകുകയാണ്. ഓം ശാന്തി. ഓം ശാന്തി. 26/6/70 ബാബ ഈ മുരളിയിൽ വളരെ കുറച്ച് ശബ്ദങ്ങളിൽ കാമധേനു കാ അർത്ഥ്, കാമധേനുവിൻ്റെ അർത്ഥം എന്താണെന്ന് കേൾപ്പിക്കുകയാണ്. വളരെ കുറച്ചേ ഉള്ളത് മുരളി. അപ്പനേക്കോ സാക്ഷാത്കാർ മൂർത്ത് സമജ്തി ഹോ, സ്വയം തന്നെ സാക്ഷാത്കാര മൂർത്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മൂർത്തി കെ പാസ് കിസ് ലിയെ ജാത്തെ, മൂർത്തിയുടെ അടുത്ത് എന്തിനു വേണ്ടിയാണ് പോകുന്നത്? അപ്പനെ മൻ കി കാമനാവും കി പൂർത്തി കെ ലിയെ, തൻ്റെ മനസ്സിൻ്റെ കാമനകളുടെ അഥവാ ആഗ്രഹങ്ങളുടെ പൂർത്തിക്ക് വേണ്ടിയാണ് മൂർത്തിയുടെ അടുത്ത് പോകുന്നത്. ഐസെ സാക്ഷാത്കാർ മൂർത്ത് ബനെ ഹോ जो कोई आत्मा में किसी भी प्रकार की कामनाएं हो उनकी पूर्ति कर सको. അപ്പം ബാബ ചോദിക്കുകയാണ്, അങ്ങനെ സാക്ഷാത്കാര മൂർത്തരായോ കുട്ടികൾ? ഏതെങ്കിലും ആത്മാവിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള കാമനകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഉയർന്ന അവസ്ഥ കുട്ടികളിൽ എത്തിയോ എന്ന് ബാബ ചോദിക്കുകയാണ്. अल्पकाल की कामनाएं नहीं, സദാകാൽ की कामनाएं पूरी कर सकती हो. അല്പകാലത്തെ ആഗ്രഹങ്ങളല്ല, സദാകാലത്തെ കാമനകൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമോ? കാമധേനു മാതാവും കോ കഹാ ജാത്താ ഹൈ ന, കാമധേനു എന്ന് പറയുന്നത് അമ്മമാരെയാണല്ലോ. കാമധേനു കാ അർത്ഥ ഹി ഹെ സർവ് കി മനോകാമനായേം പൂരി കർണേ വാലി. കാമധേനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തന്നെ സർവരുടെയും മനോ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നവർ എന്നാണ് കാമധേനു അർത്ഥം. ജിസ്കി അപ്പനി സർവ കാമനായേം പൂരി ഹോങ്കി വഹി ഔരോം കി കാമനായേം പൂരി കർ സകേങ്കി. സ്വയം തൻ്റെ കാമനകൾ ആരാണോ പൂർത്തീകരിച്ചിട്ടുള്ളത്, സർവ ആഗ്രഹങ്ങളും സ്വയം തൻ്റേത് പൂർത്തീകരിച്ചത് ആരാണോ അവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കാമനകളെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. സദൈവ ഹി ലക്ഷ്യ രഖോ കി ഹംകോ സർവ് കി കാമനായേം പൂർണ്ണ കർണേ വാലി മൂർത്തി ബന്ന ഹൈ. എപ്പോഴും ഈ ലക്ഷ്യം വയ്ക്കണം, എനിക്ക് സർവരുടെയും കാമനകളെ പൂർത്തീകരിക്കുന്ന മൂർത്തിയാകണം, എനിക്കെല്ലാവരുടെയും കാമനകളെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന മൂർത്തിയായി തീരണം എന്നുള്ള ഇച്ഛ വയ്ക്കണം, ആഗ്രഹം വയ്ക്കണം. സർവ് കി ഇച്ഛായേം പൂർണ്ണ കർണേ വാലെ ഇച്ഛ മാത്രം അവിദ്യ ഹോങ്കി. സർവരുടെയും ഇച്ഛകളെ പൂർത്തീകരിക്കുന്നവർ സ്വയം ഇച്ഛ എന്താണ് എന്നുള്ളതിൻ്റെ അവിദ്യയുള്ളവരായിരിക്കും. അവർക്കതിനെക്കുറിച്ച് അറിയ പോലും ഉണ്ടാവില്ല ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അത്രയും അവർ സമ്പന്നമായിരിക്കും, സമ്പൂർണ്ണമായിരിക്കും. ഐസ അഭ്യാസ് കർണ ഹൈ, അങ്ങനെ അഭ്യാസം ചെയ്യണം. പ്രാപ്തി സ്വരൂപ് ബന്നേ സെ ഔരോം കോ പ്രാപ്തി കരാ സക്തേ ഹോ. പ്രാപ്തി സ്വരൂപമാകുന്നതിലൂടെ മറ്റുള്ളവരെയും പ്രാപ്തി ചെയ്യിക്കാൻ കഴിയും. മറ്റുള്ളവർക്കും പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ബാബു പറയാണ് സ്വയം പ്രാപ്തി സ്വരൂപമായി തീരണം. तो सदैव अपने को दादा अथवा महादानी समझना है. അതുകൊണ്ട് എപ്പോഴും സ്വയം ദാതാവ് അഥവാ മഹാദാനിയാണെന്ന് മനസ്സിലാക്കണം. മഹാജ്ഞാനി ബന്നെ കെ ബാദ് മഹാദാനി കാ കർത്തവ്യ ചൽത്താ ഹൈ. മഹാജ്ഞാനി ആയതിന് ശേഷം മഹാദാനിയുടെ കർത്തവ്യമാണ് നടക്കുന്നത്. ജ്ഞാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാബ പറയുകയാണത് ദാനത്തിൽ കൂടി കാണിക്കണം. മഹാജ്ഞാനി മഹാദാനിയായി തീരണം. മഹാജ്ഞാനി കി പരഖ് മഹാദാനി ബന്നെ സെ ഹോത്തി ഹെ. മഹാജ്ഞാനിയാണോ എന്നുള്ളത് തിരിച്ചറിയുന്നത് മഹാദാനി ആകുന്നതിലൂടെയാണ്. സൈർ കർണ അച്ഛാ ലഗ്താ ഹൈ ന. ബാബ ചോദിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങുന്നത് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണല്ലോ. ജിനോങ്കോ സൈർ കർണേ കി ആദത്ത് ഹോത്തി ഹെ വഹ് സദൈവ സൈർ കർത്തേ രഹേങ്കി. ഭവനിപ്പോൾ സാധാരണ എപ്പോഴും കറങ്ങുന്നതിന്, യാത്ര ചെയ്യുന്നതിന് താല്പര്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കി കറങ്ങിക്കൊണ്ടേയിരിക്കും. യഹാ ബി ഐസേ ഹെ,
ബാബർ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ജിത്തന സ്വയം സൈർ കരേങ്കി ഉത്തന ഔരോങ്കോ ഭി ബുദ്ധിയോഗ് സെ സൈർ കരായെങ്കി. ഇവിടെ എത്രമാത്രം യാത്ര ചെയ്യുന്നുണ്ടോ സ്വയം, അത്രയും മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിയോഗത്തിൻ്റെ യാത്ര ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ബുദ്ധിബലത്തിലൂടെ മുകളിലേക്ക് യാത്ര ചെയ്യുന്നത് താല്പര്യമുള്ള ഒരാൾ മറ്റുള്ളവരെ കൊണ്ടും ബുദ്ധിയോഗത്തിലൂടെ യാത്ര ചെയ്യിക്കാൻ പരിശ്രമിക്കും, ശ്രദ്ധിക്കും. ആപ് ലോഗോം സെ സാക്ഷാത്കാർ ഹോനാ ഹെ, നിങ്ങളിലൂടെ സാക്ഷാത്കാരം ഉണ്ടാകണം. ജൈസെ സാകാർ രൂപ് കെ സാമനെ ആനെ സെ ഹരേക്ക് കോ ഭാവന അനുസാർ സാക്ഷാത്കാർ വ അനുഭവ ഹോത്താ ഥ. അപ്പോൾ ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് ബാബയുടെ മുന്നിൽ ആരെങ്കിലും വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് സാക്ഷാത്കാരം അഥവാ അനുഭവം ഉണ്ടാകുമായിരുന്നു. ഐസെ ആപ് ലോഗോൻ ദ്വാരാ ഭി സെക്കൻഡ് ബൈ സെക്കൻഡ് അനേക അനുഭവ സാക്ഷാത്കാർ ഹോങ്കി. അതേപോലെ നിങ്ങളിലൂടെയും ബാബ പറയുകയാണ്, സെക്കൻഡ് ബൈ സെക്കൻഡ് അനേകം അനുഭവത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകും. ഐസെ ദർശനീയ വ സാക്ഷാത്കാർ മൂർത്ത് തബ് ബനേങ്കെ ജബ് അവ്യക്ത് ആകൃതി രൂപ് ദിഖായെങ്കെ. അപ്പം ബാബ പറയണം, അങ്ങനെ ദർശനീയ മൂർത്ത് അല്ലെങ്കിൽ സാക്ഷാത്കാർ മൂർത്ത് അപ്പോഴേ ആകാൻ കഴിയുകയുള്ളൂ എപ്പോഴാണോ തൻ്റെ ആകൃതി അവ്യക്ത രൂപത്തിലാക്കുന്നത്. പ്രകാശരൂപത്തിൻ്റെ അവ്യക്ത രൂപത്തിൻ്റെ ആകൃതി നമ്മുടേത് എപ്പോഴാണോ ആയിത്തീരുന്നത് അപ്പോഴാണ് അങ്ങനെയുള്ള അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം മറ്റുള്ളവർക്കുണ്ടാകുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. ദർശനം കൊടുക്കാൻ കഴിയുന്ന അപ്പോഴാണ്. कोई भी सामने आए तो उसे शरीर न दिखाई दे, लेकिन सूक्ष्म वतन में प्रकाशमय रूप दिखाई दे. ആര് മുന്നിൽ വന്നിരുന്നാലും ഈ ശരീരം കാണപ്പെടരുത്. ബാബ പറയുകയാണ്, സൂക്ഷ്മവതനത്തിൽ പ്രകാശമയമായിട്ടുള്ള രൂപമേ കാണപ്പെടാൻ പാടുള്ളൂ. അപ്പം അത്രയും നമ്മൾ ബുദ്ധിബലത്തിലൂടെ നമ്മൾ പ്രകാശത്തിൻ്റെ സ്വരൂപമാകുന്നതിന് പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളിലൂടെ അങ്ങനെയുള്ള സാക്ഷാത്കാരം ഉണ്ടാകുകയുള്ളൂ. അതിനെയാണ് ബാബ ദർശനം കൊടുക്കുക, ദർശനീയ മൂർത്ത് എന്ന് പറയുന്നത്. സിർഫ് മസ്തക് കി ലൈറ്റ് നഹി, ലേക്കിൻ സാരേ ശരീർ ദ്വാരാ ലൈറ്റ് കെ സാക്ഷാത്കാർ ഹോങ്കെ. വെറും മസ്തകത്തിലൂടെ മാത്രമല്ല, മുഴുവൻ ശരീരത്തിലൂടെയും പ്രകാശത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകും. जब लाइट ही लाइट देखेंगे तो स्वयं भी लाइट रूप हो जाएंगे. ലൈറ്റേ ലൈറ്റ് മാത്രമേ കാണുകയുള്ളൂ. അപ്പം ബാബ പറയുകയാണ്, സ്വയം തന്നെ ലൈറ്റ് രൂപമായി തീരും. അപ്പോൾ ആര് നമ്മളെ കാണുമ്പോഴും അവർക്കാകെ പ്രകാശമേ പ്രകാശം മാത്രമാണ് കാണുന്നതെങ്കിൽ ആ കാണുന്നവരും കൂടി പ്രകാശത്തിൻ്റെ രൂപമായി തീരും. അതാണ് ബാബ പറയുന്നത്, നിങ്ങളിലൂടെ അവർക്ക് സാക്ഷാത്കാര മൂർത്ത് അല്ലെങ്കിൽ ദർശനീയ മൂർത്ത് അപ്പോഴേ അനുഭവം ചെയ്യാൻ കഴിയുള്ളൂ എപ്പോഴാണോ നമ്മൾ നിരന്തരം പ്രകാശത്തിൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അങ്ങനെ സ്വയം ലൈറ്റായി തീരുമ്പോൾ മറ്റുള്ളവരെയും നമുക്ക് ലൈറ്റാക്കി തീർക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവരുടെയും മനോയിച്ഛകളെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ കാമധേനുവായി തീരും. അതാണ് ബാബ ഈ ചെറിയ മുരളിയിലൂടെ കാമധേനുവിൻ്റെ അർത്ഥമാണ് നമുക്ക് സ്പഷ്ടമാക്കി തന്നത്. അപ്പം നമുക്കെല്ലാവർക്കും കാമധേനുവായി തീരാം. ആ സങ്കല്പം ദൃഢമായിരിക്കട്ടെ. ഓം ശാന്തി.